നമസ്കാരം. ഇത് മണിപ്പേച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച വിഷ്ണു വന്നു. അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. എന്റെ ചോദ്യമല്ല സർ, ജനങ്ങളുടെ ചോദ്യമാണ്. ഞാൻ സാർ അടുത്ത് ചോദിക്കുന്നു. സർ, ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അത് നിങ്ങൾ വന്നിട്ട് SNB സ്റ്റോക്സ് നല്ല സ്റ്റോക്സ്, അത് നിങ്ങൾ പറയണത് പിരിക്കുന്നല്ലേ സർ? അതിനെയും ഇതിനെയും ചേർത്ത് വെച്ച് നോക്കണ പോലെ ഒരു കാര്യത്തിന് കണ്ടു. ഇത് കാരണം നിങ്ങളടുത്ത് ചോദിക്കുന്നു സർ. മ്യൂച്വൽ ഫണ്ട്സ് ജൂൺ മാസം ഇതൊക്കെ സ്റ്റോക്സിനെ വാങ്ങിയിരിക്കുന്നു, ഇതൊക്കെയാണ് വിറ്റിരിക്കുന്നു. അങ്ങനെ എന്നതാണ് സർ ലിസ്റ്റ്. വാങ്ങിയിരിക്കുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ ഏഷ്യൻ പെയിന്റ്സ്, അംബാനി ഇപ്പൊ തന്നെ വിറ്റേണ്ട് പോയി. പക്ഷെ ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സ് വാങ്ങിയിരിക്കുന്നു. വിശാൽ മെഹാമാർട്ട് വാങ്ങിയിരിക്കുന്നു. ബജാജ് ഫിൻസർവ്, ഇൻഫോസിസ്, ഹിൻഡാൽകോ, ഇൻഡിഗോ, സോയിൽ ലൈഫ് സയൻസസ്, ഇന്ത്യൻ ബാങ്ക്, ടെക് മഹേന്ദ്ര ബാങ്ക്, L&T, സ്വിഗ്ഗി, ഹുണ്ടായി, സുസ്ല എനർജി, TVSൽ മാരുതി സുസുക്കി, വീഡിയോകോൺ, നിവാബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ്, ആക്സിസ് ബാങ്ക്. ഇതുപോലത്തെ സ്റ്റോക്കുകളിലാണ് ജൂൺ മാസത്തിൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിയിരിക്കുന്നത് സർ. ഇതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ സർ? നിങ്ങളെ കാശ് അവൻ്റെ കാശ്, അതുകൊണ്ട് അവർ ഡയസ് ഉരുട്ടുന്നു. ഇതിൽ ബജാജ് ഫിൻസർവ്, ലാസൻ ആൻഡ് ട്യൂബോ, DS ലാബ്സ് ഇതൊക്കെ നല്ല കമ്പനിയാണ്. വാല്യുവേഷൻ ഓവർ. കൊട്ടക് മഹേന്ദ്ര ബാങ്കും വാല്യുവേഷൻ ഓവറാണ്. 2-3 വർഷമായിട്ട് റിട്ടേൺ ആയില്ല. റിമൈനിങ് ഒക്കെ വേസ്റ്റാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് 40% ഡൗൺ. അത് ഇന്ന് ഇറങ്ങാൻ പോകുന്നു. ഇന്നും 2 ക്വാർട്ടർ 3 ക്വാർട്ടറിന് ഇറങ്ങാൻ പോകുന്നു. A1 വെളിയിൽ പോകണം എന്ന കാരണത്താൽ നിങ്ങളെ കാശിനെടുത്താണ് അവർ കളിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ശരി. ഓക്കെ സർ, ഇത് വന്നിട്ട് വാങ്ങിയ ലിസ്റ്റ്. ഒരു ചില ഷെയർസിനൊക്കെ സാർ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആ സൈഡേ പോകാതെ എന്ന് പറഞ്ഞ് സാറേ പറഞ്ഞിരുന്നു, വിഗി എടുത്തോ, ആ സൈഡേ പോകണ്ട എന്ന് പറയുന്ന ഷെയർസ് ഒക്കെ മോസ്റ്റ്ലി ഈ ലിസ്റ്റ് നോക്കിയാൽ തന്നെ വേണ്ടാന്ന് നിങ്ങൾ വാങ്ങൂല എന്ന് പറഞ്ഞ ഷെയറിന് വാങ്ങത്തില്ല, അത്രയും തന്നെ. ആ ഷെയർസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നു. ഇതൊക്കെ വിറ്റിരിക്കുന്നു എന്ന് നോക്കാം. ഇത് ഇനിയും ഫണ്ടായിരിക്കുന്നു സർ. TCS, DLF, ഭാരതി എയർടെൽ, HDFC ബാങ്ക്, മാക്സ് ഹെൽത്ത് കെയർ, ITC, ബോഷ്, തെർമാക്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, വരുൺ ബിവറേജസ്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫൈനാൻസ്, ഗ്ലെൻമാർക്ക് ഫാർമ. മനസ്സിലാകില്ല എന്താണ് ബജാജ് ഫൈനാൻസിന് വിറ്റുകൊണ്ട് ബജാജ് ഫിൻസോ വാങ്ങി. ആദ്യം തീർക്കട്ടെ സർ, ഇന്നും ലിസ്റ്റ് ഇരിക്കുന്നു. ഗ്ലെൻമാർക്ക് ഫാർമ, HCL ടെക്നോളജീസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഈ ഷെയർസ് ഒക്കെ വിറ്റിരിക്കുന്നു. ഈ 2-3 ലോജിക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻഫോസിസ് വാങ്ങുന്നു, പക്ഷെ HCL വിൽക്കുന്നു. TCSനെ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന് വെച്ചോ. ഭാരതി എയർടെൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന് വെച്ചോ. മഹേന്ദ്രയും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് വെച്ചോ. റിലയൻസ് ഇൻഡസ്ട്രീസും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു 40%. ഇതിൽ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ സർ, റിലയൻസിന് വേണ്ടാന്ന് പറഞ്ഞ് വിറ്റുകൊണ്ട് റിലയൻസ് വേണ്ടാന്ന് വെച്ചാൽ ഏഷ്യൻ പെയിന്റ്സിനെ വാങ്ങിയിരിക്കുന്നു സർ. ഇതുപോലെ നിറയെ ഇരിക്കുന്നു. എന്ത് ചോദിക്കുന്നു വെച്ചാൽ കറക്റ്റ് IT2 വിറ്റിരിക്കുന്നു. പിന്നെ എന്താണ് ഇൻഫോസിസ് തിരികെ വാങ്ങുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രി ബാഡ് എന്ന് പറഞ്ഞാണ് ഇതിന് 2നെ വിറ്റത്. എന്ത് തിരികെ ഇൻഫോസിസ് വാങ്ങി? ഇതന്നെ റീസണാണ്. അത് തന്നെ റീസണോ എന്നാണ് എൻ്റെ ചോദ്യം. ഓവർ വാല്യൂഡ് ഒരുപാട് വിറ്റിരിക്കുന്നു. ഡിമാർട്ടൊക്കെ ഓവർ വാല്യൂഡ്, അതൊക്കെ വിറ്റിരിക്കുന്നു. പിന്നെ വിറ്റുകൊണ്ട് എന്താണ് ഇതിനെ വാങ്ങിയത്? ITCയെ വിറ്റിരിക്കുന്നു. ബോഷ്, തെർമാക്സ്, ബോസ്റ്റ് ശരി, ഫോറിൻ കമ്പനി ബുക്ക് ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് വിറ്റിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് എടുത്ത് വിറ്റെന്ന് വയ്ക്കാം. ഇതൊക്കെ നിങ്ങളിങ്ങനെ ഇത് വന്നിട്ട് ഒരു പ്രിഫേർഡ് ഓഫ് ലോജിക്ക് എന്നാൽ ഞാൻ പറയുന്നു, ഈ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് ഇസ് ദ വെരി ഡിഫിക്കൽട്ട് തിങ്. ഇതിൻ്റെ അടുത്തേ പോകരുതെന്ന്. എന്നുവെച്ചാൽ സാർ, ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ വേണ്ടാന്ന് പറയേണ്ട റീസൺ ഇത് തന്നെ എന്ന് മനസ്സിലാക്കാൻ. ഇത് തീർച്ചയായിട്ടും പ്രോഫിറ്റ് ചെയ്യത്തില്ല. അതെങ്ങനെ നീ വാങ്ങും? മീർഗമല്ലേ സാർ, അതന്നെ ഞാൻ പറയുന്നു. ഞാൻ മാസം 2000 രൂപ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിന് കെട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്നത് സാർ, PF എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് എടുക്കുന്നു. എന്ന് പറഞ്ഞ എമൗണ്ട് തന്നെ എടുത്ത് സ്റ്റോക്കിലിട്ട് 15% എടുത്ത് എനിക്ക് പെർസെന്റ് തരുന്നു. അങ്ങനെ ഒരു തോട്ട് ഇരിക്കുന്നല്ലേ സാർ? ഇതിനെ കുറിച്ച് ഇത് നമ്മൾ എന്ത് സംസാരിക്കാം? ഓക്കെ സാർ, ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ടാണ് സാർ വേണ്ടാന്ന് പറയുന്നതിന്റെ റീസൺ ഇപ്പൊ മനസ്സിലായി സാർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് മുഖ്യമായിട്ട് വന്നിരിക്കുന്ന ന്യൂസ്, ബ്ലൂംബർഗിൽ ടാറ്റ മോട്ടോഴ്സ് യൂറോപ്യൻ ട്രക്ക് മേക്കർ ഇവിക്കോ അക്വയർ ചെയ്യാൻ നോക്കുന്നു എന്നൊരു ന്യൂസ് വന്നിരിക്കുന്നു സാർ. ആൾറെഡി ട്രക്കിൽ ഇവർ വളരെ സ്ട്രോങ്
യൂറോപ്യൻ മാർക്കറ്റിന്റെ അകത്ത് പോകുന്നോ ഇല്ല എന്ത് നടക്കണം സർ? ഈ ആൾറെഡി വന്നിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ട്രേഡ് മാർക്ക് റസൻ ടാറ്റയുടെ അറിയ ടാറ്റയുടെ ഗെയിം എന്തെന്ന് വെച്ചാൽ എങ്ങനെ ഗ്ലോബൽ ആയി ഹൗ ടു ഗോ ബിയോണ്ട് എന്നതാണ് അവരുടെ ഗോൾ. അവർ കാർ സക്സസ്ഫുൾ ആകുന്നതിന് മുമ്പേ അവർ JLR വാങ്ങി. ഒരുപാട് ആൾക്കാരിന് അറിയത്തില്ല, ദൗ എന്ന് പറയുന്ന ഒരു സൗത്ത് കൊറിയൻ കമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറിൻ്റെ ബാങ്ക് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ടു എക്സ്പാൻഡ്. പോയ 10 കൊല്ലമായിട്ട് അവർ കാറിലെ കോൺസെൻട്രേറ്റ് ചെയ്ത് കമേർഷ്യൽ വെഹിക്കിളിൽ മാർക്കറ്റ് ഷെയറിന് ഗോൾ വിട്ടു. ഐഷർ ചില സ്ഥലങ്ങളിൽ അവരെ ഓവർടേക്ക് ചെയ്തു. ഞാൻ എപ്പോഴും പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അവരെല്ലാത്തിലും പാസഞ്ചർ കാറിനെ നോക്കി. കമേഴ്ഷ്യൽ വെഹിക്കിളിനെ സ്പിൻ ഓഫ് ചെയ്തതിന് കമേഴ്ഷ്യൽ വെഹിക്കിളിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെ ഇവാഗോ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പനിയാണ്. അതിനെ വന്നിട്ട് ആഞ്ചലി ഫാമിലി എന്നത് ഇറ്റാലിയിലാണ് വച്ചിരിക്കുന്നത്. അവർക്കും ടാറ്റയ്ക്കും ഒരു പഴയ റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു കാലത്തിൽ അവർ ഫിയറ്റിൻ്റെ ഓണറാണ്. ഫെറാരിയുടെയും ഓണറായിരുന്നു. ഇപ്പോൾ ഫെറാരി വച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഒരു പല വലിയ ഫാമിലി ഇരിക്കുന്നു, ആഞ്ചലി ഫാമിലി എന്ന്. അതിൽ ഒരാളോടൊപ്പം രതൻ ടാറ്റയ്ക്ക് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതെന്നെ പെട്ടെന്ന് പോയി രതൻ ടാറ്റ ഫെറാറി ബോക്സിലിരുന്നു. പിന്നെ ഇന്ത്യ ഇവർക്ക് വന്നിട്ട് തമിഴ്നാട് ഇവർക്ക് റേസിംഗ് വാങ്ങിക്കൊടുത്തു. നരയൻ കാർത്തികേയൻ ആൻസറും ചെയ്തു. സോ ഇറ്റ്സ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. ഒരു ഇവേക്കോനെ വിൽക്കാൻ പോകുന്നു. അതിൽ വന്ന് ഡിഫൻസ് മാനുഫാക്ചറിങ് തനിയായിട്ടിരിക്കുന്നു. ട്രക്ക് ആൻഡ് ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾ ബസ് അതൊക്കെ തനിയായിരിക്കുന്നു. ഇറ്റ്സ് എ വേൾഡ് വൈഡ് ബ്രാൻഡ്. ഇതിനെ ഇവർ വാങ്ങിയെങ്കിൽ ഒരു $5 മില്യൺ അടുത്ത് പോകും. മാർക്കോ പോലോ എന്ന് പറയുന്ന ഒരു ബസ്സിനെ വാങ്ങി. ഇറ്റ് വാസ് കംപ്ലീറ്റ് വിത്ത് ഓൾവോ ബസ്സിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യണം, ഓൾവോ ട്രക്കിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. നോട്ട് ഓൺലി ഇൻ ദി ഗെയിം മാർക്കറ്റ് ഇൻ ദി യൂറോപ്പ്, ദേ വിൽ ഓൾസോ ബ്രിങ് ദിസ് പ്രോഡക്റ്റ് ടു ഇന്ത്യ. ടാറ്റ മോട്ടോഴ്സും ഒരു ഗ്ലോബൽ കമ്പനി ആയിട്ട് മാറും. നോട്ട് ദി പാസഞ്ചർ വെഹിക്കിൾ, കമേഴ്ഷ്യൽ വെഹിക്കിൾ വിൽ ബിക്കം ദ ഗ്ലോബൽ കമ്പനി. ഇത് ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. കമേഴ്ഷ്യൽ വെഹിക്കിളിനെ ശരി ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ഇന്ത്യയിൽ ആരും ഒന്നും കവർ ചെയ്തില്ല. സംഭവം പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. യെസ്. സോ ദേ വിൽ മേക്ക് എ പ്ലേ. ഇല്ലെങ്കിലും വിത്തിൻ നെക്സ്റ്റ് 3-4 ഇയേഴ്സ് മേജർ അക്യൂസേഷൻ നോക്കി പോകും. ഓക്കെ സർ, അപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കാമോ? ജാഗ്വാർ ലാൻഡ് റോവറിനെ വാങ്ങി പ്ലാറ്റ്ഫോം ഒക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ ടാറ്റ കാസിനെ കംപ്ലീറ്റ് സ്ട്രെങ്തൻ ചെയ്തു. എന്തെന്ന് വെച്ചാൽ ടാറ്റ ജസ്റ്റ് എന്ന് പറയുന്ന ഒരു കാർ ആയിരുന്നു. ആ സമയം വളരെ ഭയങ്കരമായിട്ട് ലോ ലെവലിൽ ടാറ്റ മോട്ടോഴ്സ് ഇരുന്നു. അതിന് ശേഷം പെട്ടെന്ന് നോക്കിയാൽ ഒരുപാട് കാർ മോഡൽസ് വന്നു. കംബാക്ക് ചെയ്തതുപോലെയാണ്. യെസ് സർ, കംപ്ലീറ്റ് കംബാക്ക് ആണ്. അതുപോലെ ഇതിനെ വെച്ച് കമേഴ്ഷ്യൽ വെഹിക്കിളിൽ കംബാക്ക് കൊടുക്കും അങ്ങനെ എന്ന് പറയുന്നല്ലേ സർ? ഓൾറെഡി സ്ട്രോങ് പൊസിഷൻ ഇപ്പോഴും 40% മുകളിൽ മാർക്കറ്റിലിരിക്കുന്നു. അതിനെ സ്ട്രെങ്തനും ചെയ്യും, ഡെവലപ്പും ചെയ്യും. ഈ ഡീൽ നടക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇൻ വിസിൽ ത്രൂ ഈ ഡീൽ അല്ലെങ്കിലും ഇന്നൊരു ഡീലിൽ അവർ നോക്കിയിരിക്കും. ഫൈൻ, ഓക്കെ സർ, ഡൺ. ഇത് വന്നിട്ട് ട്രേഡ് മാർക്ക് ബേസിക്കലി എങ്ങനെയെന്ന് വെച്ചാൽ അവരാദ്യം ആ ഡെഡ്ലി ഡി കമ്പനി വാങ്ങി, ബസ്സിനെ വാങ്ങി, LR വാങ്ങി. പിന്നെ കൂടെ അതേ അഗ്രഷനിൽ പോകുന്നു. അതുപോലെ ടൈറ്റനിൽ വന്നിട്ട് ഡമാസ് വേണമെന്ന് പറഞ്ഞ് റൂമർ ഓടിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ ബുക്കിംഗ് ടു ഗ്രോ ആസ് എ ഗ്ലോബൽ ബ്രാൻഡ്. അത് വെരി അഗ്രസീവായിട്ട് അതിനെ അവർ ചെയ്യുന്നു.